നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അതിഗംഭീരമായി തലസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയോടുകൂടി ഭണ്ഡാരത്തിൽ തീ പകർന്നതിന് ശേഷം ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന, അതായത് ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടിയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന, അതായത് ഈ പൊങ്കാല സമർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിന് നിരവധി ഭക്തജനങ്ങളാണ് എന്തായാലും ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടന്നത്. 1:15 നിവേദ്യ സമർപ്പണ ചടങ്ങ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ 1:22 ആ ചടങ്ങിലേക്ക് കടക്കുന്നു. അതായത് ഈ അടുപ്പിലെ തീ അടച്ചുകൊണ്ട് അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ അടുപ്പിലും തീ അടച്ചുകൊണ്ട് അമ്മയ്ക്ക് നിവേദ്യം, അതായത് പായസവും, അതുകൂടാതെ അതായത് പൊങ്കാല പായസവും മണ്ടപ്പുട്ടും ഇതെല്ലാം തന്നെ സമർപ്പിക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സ്ത്രീ ഭക്തജനങ്ങൾ, നിരവധി ഭക്തജനങ്ങളാണ് അനന്തപുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ചടങ്ങാണ് ഇത്. പൊങ്കാല മഹോത്സവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ പൊങ്കാലയും ചരിത്രപ്രസിദ്ധമായ പൊങ്കാല സമാപന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുപ്പ് കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് നിരവധി ഭക്തജനങ്ങളാണ്. തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങ് ആരംഭിച്ചത്. ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻ വർഷങ്ങളെക്കാൾ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസം ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂ തന്നെയായിരുന്നു ആറ്റുകാൽ മഹോത്സവത്തിന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും മനുഷ്യ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ ഈ പൊങ്കാലയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് എല്ലാം തന്നെ ഐശ്വര്യപൂർണമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായ അവസ്ഥയിൽ തന്നെയാണ് ഈ പൊങ്കാല ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അടുപ്പിൽ പുണ്യാഹം തളിച്ച് അടുപ്പിലെ തീ അണച്ചതിന് ശേഷം പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു എന്നാണ് അത്തരത്തിലൊരു ചരിത്രവുമാണ്, അത്തരത്തിലൊരു വിശ്വാസവുമാണ് നിലനിൽക്കുന്നത്.
എന്തായാലും പ്രാർത്ഥനകളോടെ പൊങ്കാല പുണ്യം നുകർന്ന ലക്ഷങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാല കലങ്ങളിൽ പുണ്യാഹം തളിച്ചിരിക്കുന്നു. ആദ്യ പരാശക്തിയായ അമ്മയ്ക്ക് മുൻപിൽ നോവും നിറവും സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യം അടഞ്ഞിരിക്കുന്നു. പായസം, വെള്ള നിവേദ്യം ഉൾപ്പെടെ ഒട്ടേറെ നിവേദ്യങ്ങളാണ് ഭക്തർ തയ്യാറാക്കിയിരിക്കുന്നത്. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്രത്തിന്റെ പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. താങ്ക് യു. അതിനിടയിലാണ് നമ്മുടെ ലൈനിനിടയിലാണ് പൊങ്കാല നിവേദ്യം നമുക്കും ലഭിച്ചിരിക്കുന്നു. ഏറെ സന്തോഷം. താങ്ക് യു. കേട്ടോ എന്തായാലും എല്ലാ അമ്മമാരുടെ സ്നേഹവും നമുക്കും ലഭിച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്തായാലും വളരെ 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 സന്തോഷം വളരെ വളരെ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തുന്നു. എന്തായാലും ദുഃഖങ്ങളെ കനലിരിയിച്ച് ജീവിതാനന്ദത്തിന്റെ മധുരം നിവേദിച്ച പൊങ്കാലയുമായി മടങ്ങാൻ ഭക്തലക്ഷങ്ങളാണ് തലസ്ഥാനത്ത് നിലവിലെത്തിയിട്ടുള്ളത്. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽകുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കുകയും ചെയ്യും. നാളെ രാവിലെ 5 ശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്താണ് നടത്തുക. രാത്രി 10 കാപ്പഴിച്ച് ദേവിയെ കുടികളക്കും. രാത്രി 1 നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാവുകയും ചെയ്യും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നിവേദ്യ സമർപ്പണം നടന്നിരിക്കുന്നു. എന്തായാലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, സ്ത്രീ ഭക്തജനങ്ങൾ അണിനിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ചിരിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണേ എന്ന് പറഞ്ഞുകൊണ്ട്, അമ്മയെ ശരണം, ദേവിയെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഭക്തജനങ്ങൾ ഈ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ വിദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം. നീ കഴിച്ചോ?